എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയാലോ? ഞങ്ങൾ കിഴക്കേ നട വഴിയാണ് പോയത്. ഇവിടെയാണ് മഞ്ജുളാലുള്ളത്. ഇവിടെ ഒരു വലിയ ഗരുഡൻ്റെ പ്രതിമയുണ്ട്. അവിടെ നിന്നാണ് ഈ അമ്പലത്തിൽ, ഗുരുവായൂർ അമ്പലത്തിൽ ഉത്സവമൊക്കെ നടക്കുമ്പോൾ ആനയോട്ടമൊക്കെ തുടങ്ങണത് ഈ ആലിൻ്റെ അവിടെ നിന്നാണ് തുടങ്ങുക. ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയത് പെങ്ങളുടെ കൊച്ചിന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഈ ആലിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ അവിടേക്ക്. അമ്പലത്തിലേക്ക് പോണ വഴിയിൽ രണ്ട് സൈഡിലും നിറയെ കടകളാണ്. കുറേ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ടോയ്സുകളൊക്കെ ആയിട്ട്. ഇപ്പോൾ അമ്പലത്തിൻ്റെ അവിടുത്തെ കവാടമൊക്കെ പുതുക്കി പണിതിട്ടുണ്ട്. അത് ഇപ്പം അടുത്ത് ചെയ്തിട്ടുള്ളതാണ്. ഇയാൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. 1-2 കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചില ദിവസമൊക്കെ കുറേ കല്യാണങ്ങളുണ്ടായിരിക്കും ഇവിടെ. അപ്പോൾ നല്ല തിരക്കായിരിക്കും. എപ്പോഴും അത്യാവശ്യത്തിന് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള ക്യൂ ആണ് കേട്ടോ ആ കാണുന്നത്. പായസമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് കൗണ്ടറാണ് കേട്ടോ കാണുന്നത്. നല്ല തിരക്കായിരുന്നു അവിടെ. പാൽപ്പായസമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് സൈഡിലായിട്ട് ക്ലോക്ക് റൂമും. അവിടെയും നല്ല ക്യൂ ആയിരുന്നു. അവിടെ അമ്പലത്തിൻ്റെ അകത്തേക്ക് ഫോണ്, ബാഗ് അതൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ അതൊക്കെ പുറത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പ്രസാദം മേടിക്കാൻ ഉള്ള കൗണ്ടറാണ് ഇപ്പുറത്ത് ബാക്ക് സൈഡിൽ പടിഞ്ഞാറ നടയിലാണ് പ്രസാദം പാൽപ്പായസം കിട്ടുക നമുക്ക്. ഈ പടിഞ്ഞാറ നടയിൽ കൂടെയും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റും. പിന്നെ കിഴക്കേ നടയിൽ കൂടെയും അകത്തേക്ക് കയറാം. പിന്നെ അതിൻ്റെയും ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് അപ്പുറത്ത് പുറത്ത് കണ്ടത്. അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയുടെ അവിടേക്ക് പോയി.